ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് ഓണമായിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേന് എണീറ്റു. അങ്ങനെ ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോഴേക്ക് ചേട്ടൻ ഒരു സിനിമയ്ക്ക് പോകണം, ടോക്സിക് റിലീസാണല്ലോ. അപ്പോൾ ചേട്ടൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് ഷോന് തന്നെ പോവാണ്. അപ്പം നേരത്തെ തന്നെ എണീറ്റ് ആൾ സെറ്റായി ഇതേ പോവാൻ നിൽക്കുന്നു. അപ്പോഴത്തേനും കുറുമ്പ് എണീറ്റ് വന്നു കേട്ടോ. കുറുമ്പ് എണീറ്റ് വന്ന് പപ്പയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വന്ന് ഒരു ചായ കുടിച്ചു. ചായ ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എൻ്റെ സാറേ. അങ്ങനെ രാവിലെ തന്നെ കുറുമ്പിക്ക് ഒരു പണി കൊടുത്തു. കാരണം പൂവിടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ കുറുമ്പിനോടൊന്ന് സെറ്റാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അവൾ പിന്നെ അത് മെല്ലെ ഓരോന്നായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറുമ്പി പൂവൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കുമ്പോഴത്തേനും ഞാൻ പോയി അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു കേട്ടോ. ചോറും ചൂടുവെള്ളവും നിങ്ങൾ അടുപ്പിലാണ് വെക്കുക. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേനും വേഗം പോയി അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു. അത് പിന്നെ ചോറ് അവിടെ കിടന്ന് വേവുമല്ലോ. അത് കഴിഞ്ഞ് ബാക്കി പണിയൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങളങ്ങ് അമ്പലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞാനും മോളും. ചേട്ടനില്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അമ്പലം എത്തി. അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. തിരുവോണമായിട്ട് അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. ചേട്ടനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേങ്കിലും ഞങ്ങൾ പോയി നന്നായി പ്രാർത്ഥിച്ചു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അവിടുന്ന്. വാങ്ങി ബ്രാഹ്മൺസിൻ്റെ പായസം കിട്ടും അവിടെ. അപ്പം അവിടെ നിന്ന് തന്നെ പായസം വാങ്ങി വീടെത്തിട്ടോ. വീടെത്തിയതും പിന്നെ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വലിയ ഹെവി ആയിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ എനിക്കും കുറുമ്പിക്കും പറ്റുന്ന പോലെ ഞങ്ങളൊരു ചെറിയ പൂക്കളം തട്ടിക്കൂട്ടിട്ടോ. ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ അഭിപ്രായം പറയണേ. തട്ടിക്കൂട്ട് പൂക്കളം. അങ്ങനെ അവിടെ നിന്നൊരു ഫോട്ടോയും
വീഡിയോ ഒക്കെ ഞാനും കുറുമ്പിയും കൂടെ എടുത്ത് ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, എങ്കിലത് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പോഴേക്കും അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മ എല്ലാം ഉണ്ടാക്കി. അവിയൽ, അതുപോലെ കേബേജ് ഉപ്പേരി, പുളിയിഞ്ചി, പഴം പുഴുങ്ങിയത്, അതുപോലെ പപ്പടം, പിന്നെ ചെറുപയർ പായസവും പാലട പായസവും. പായസം ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പായസം ഒഴിച്ച് അതിലേക്കൊരു പപ്പടവും പിന്നെ കുറച്ച് പഴവും കൂടെ ഇട്ടിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് സ്വർഗ്ഗമാണ്, സ്വർഗം. എനിക്കങ്ങനെ കുടിക്കുന്ന കേട്ടോ. അങ്ങനെ ഇലയിൽ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിൽ എന്നെ കുറച്ച് പായസം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കുന്ന ഇഷ്ടം. അങ്ങനെ ഞാനത് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക്, അതായത് സ്കൂബിക്ക് ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൻ കഴിക്കുന്നില്ല. അങ്ങനെ കുറുമ്പി വാരി കൊടുത്തു. ഇവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അങ്ങനെ കുറുമ്പി കംപ്ലീറ്റ് വാരി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എണീറ്റിട്ട് മോളെ കളിപ്പിക്കാനായിട്ട് തൃശ്ശൂർ ശോഭാ മാളിലേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ മഴ ഒരു ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങി, അങ്ങ് ശോഭാ മാളിലേക്ക് ഇറങ്ങി. അങ്ങനെ ശോഭാ മാൾ എത്തിയിട്ടോ. അപ്പം കുറുമ്പിക്ക് ഭയങ്കര ആഗ്രഹമാണ് മേലെ ഇങ്ങനെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ വെയിലാവുമ്പോൾ ഞങ്ങൾ സമ്മതിക്കാറില്ല. അപ്പോൾ ഇന്ന് അവളുടെ ആഗ്രഹം സഹായിച്ചു കൊടുത്തു കുറച്ചധികം നേരം. അങ്ങനെ ശോഭാ മാളിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറുമ്പീനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ നടന്നു വരുന്നത് കുറുമ്പി വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അവൾ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് കുറുമ്പീനെ പ്ലേ സ്റ്റേഷനിലേക്ക് അങ്ങ് കയറ്റി. അവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ട. 1-2 മണിക്കൂർ അവൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എനിക്കൊരു മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുന്ന് തന്നോള്. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മയ്യോപ്പിന്ന് ഒരു പെർഫ്യൂമും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ താഴെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗാനമേളയ്ക്കും കയറിയിട്ടോ. നല്ല ഗാനമേളയായിരുന്നു. അതും കുറച്ച് നേരം കണ്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ റിട്ടേൺ അങ്ങ് ഇറങ്ങിയിട്ടോ. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നെങ്കിലും പിന്നെ അധികം നേരം അവിടെ നിൽക്കാനുള്ളൊരു ഇതില്ല. കാരണം കുറുമ്പിയെ കളിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കുറുമ്പിയെ കളിപ്പിക്കാൻ കയറ്റി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കുറുമ്പി അവിടെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവളേനെ എടുത്ത് ഫുഡ് കഴിച്ച് പുറപ്പെടുന്നു. അപ്പോൾ ബായ്, എല്ലാവർക്കും ഹാപ്പി ഓണം.